തയ്യൽ മെഷീൻ ഇതൊരു ഹൊറർ ത്രില്ലർ എന്നും പറഞ്ഞാണ് ഞാൻ കയറിയത്. പക്ഷേ നമുക്ക് യാതൊരു തരും പോലും നമ്മളെ ഹൊററോ ഒന്നും ഫീൽ ചെയ്യിക്കില്ല. അത് ആ ഒരു ത്രില്ലറെന്ന് പറയാനും പറ്റില്ല. ഒരു പ്രേതമൊക്കെ ഉണ്ട്. പ്രേതമായിട്ടൊക്കെയാണ് നമ്മുടെ ഗായത്രി സുരേഷ് അഭിനയിച്ചേക്കുന്നത്. പുള്ളിക്കാരി പക്ഷേ ഒരു അതിഥി കഥാപാത്രം പോലെയാണ് അതിൽ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരിക്ക് അതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പിന്നെ അതിലെ നായകൻ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ കിച്ചു ടെല്ലസാണ്. പുള്ളിയുടെ ആ ഒരു തോളിൽ കയറിയ പുള്ളിയുടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ മേളിൽ കയറിയാണ് ഈ സിനിമ തുടക്കമല്ലോ. വെറും 1.5 മണിക്കൂറേ ഉള്ളൂ സിനിമ. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അത്ര ലെങ്തേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അതിൽ പറയാൻ മാത്രമുള്ളതൊന്നും പ്രത്യേകിച്ച് ഒരു എലമെൻറ്റും ഇല്ല. പിന്നെ വളരെ കുറച്ച് കഥാപാത്രം ശ്രുതി ജയനുണ്ട്. പിന്നെ പുതിയ കുറേ കഥാപാത്രങ്ങൾ നടന്മാർ അവരൊന്നും അത്ര എനിക്കൊന്നും രസമായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഈ കിച്ചു ടെല്ലസ് പുള്ളി തുടക്കം മുതൽ എടുക്കുന്നവരെ പുള്ളി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ തോളത്താണ് സിനിമ എടുത്ത് വച്ചേക്കുന്നത്. പുള്ളിയുടെ റോൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തു പറയാം, അതിൽ നമ്മൾ സാധാരണ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ തയ്യൽ മെഷീനിൽ പ്രേത സാന്നിധ്യം അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷേ പിന്നെ ഇതിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൽ തിയേറ്റർ എൻ്റെ കുഴപ്പമാണോ, അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണോ, ഇതിൽ സൗണ്ട് മിക്സിങ്ങിൻ്റെ കുഴപ്പമാണോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഇത് ഹൊററെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെകിടടച്ച് പോകുന്ന അമ്മാതിരി ശബ്ദമാണ്. ചെവി നമ്മൾ കങ്കുവയിലൊക്കെ നമുക്ക് ചെവി പറ്റില്ല, അതേമാതിരിയുള്ള ഒരു സൗണ്ട് എലമെൻ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടില്ല അത്. അത്ര ഒരു ഹൊററൊന്നും പറയാൻ പറ്റില്ല. ഹൊററെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്കറിയാതെ ശരി വരും. എനിക്കത് തീരെ രസിച്ചില്ല. ആകെ ഒരു എടുത്ത് പറയാനുള്ളത് കിച്ചു ടെല്ലസിൻ്റെ ആ പെർഫോമൻസാണ്. അത് മാത്രമേ എനിക്കത് നല്ലതായിട്ട് തോന്നിയുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഭയങ്കരമായിട്ട് ഹൊറിബിളായിരുന്നു. അതിൻ്റെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് ബിലോ ആവറേജ് എന്ന് പറയാം, അങ്ങനത്തെ ഒരു മൂവി.